Hi, hello everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിലെ ടോപ്പ് 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇൻക്ലൂഡിംഗ് MCQs, assertion reason type, case study, 2 marks, 3 marks, etc. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ 2x സ്പീഡിൽ കാണാം. So let's start. So question 1, express 429 as a product of its prime factors. എളുപ്പമല്ല അല്ലേ? പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടേ 429 അല്ലേ? ഇതെന്താണ്? ഓഡ് നമ്പർ ആണ്, അപ്പൊ 2 പോകില്ല. നെക്സ്റ്റ് എന്താ 3 ആണ് അല്ലെ? 3 നമുക്കറിയാം 4 + 2 6 ആണ്. 6 + 9 എന്ന് പറയുമ്പോൾ 15 ആയി അല്ലെ? അപ്പൊ 3 15 പോവും. അതുകൊണ്ട് നമുക്ക് 3 ട്രൈ ചെയ്ത് നോക്കാം. 3 1s 3 എന്ന് വരും. 1 റിമൈനിങ് ആണ്. ഇപ്പൊ എന്തായി? അത് 12 ആയി അല്ലെ? 3 4s 12 എന്നായി. പിന്നെ ഇനി എന്താ ബാക്കിയുള്ളത്? 3 ടൈംസ് ആണ് 9 കിട്ടി അല്ലെ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിനി 3 പോകുമോ? 1 + 4 എന്ന് പറയുന്നത് 5 ആണ്. 5 + 3 എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? അപ്പൊ 3 പോകില്ല, 5 പോകില്ല. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ളത് 7 അല്ലെ? 7 എന്താ? 14 പോകും, പക്ഷെ 3 പോകില്ല അല്ലെ? അപ്പൊ 7 ഇല്ല. നെക്സ്റ്റ് നമുക്കുള്ളത് 11 ആണ്. 11 നമുക്ക് നോക്കി നോക്കാം. അപ്പൊ 11 1s 11 വരും. പിന്നെ ബാലൻസ് ഉള്ളത് 3 അല്ലെ? അപ്പൊ 33 9. അപ്പൊ 11 3 ടൈംസ് ആണ് 33 എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 429 എന്ന് പറയുന്നത് എന്താണ്? 429 is equal to 3 into 11 into 13 അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫൈൻഡ് ദ എക്സ്പോണൻസ് ഓഫ് 2 ഇൻ ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 288. ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പോണൻസ് ഓഫ് 2 കണ്ടുപിടിക്കണം അല്ലേ? ഇതും സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 288ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 പോകും അല്ലെ? ഈവൺ നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ 2 1s 2, 2 4s 2 4s 8 വരും. പിന്നെ ഇനി വീണ്ടും 2 പോവും. 2 7s 14 വരും. 2 2s 4 വരും അല്ലെ? വീണ്ടും 2 പോവും. 2 3s 6 വരും. 1 റിമൈനിങ് ആണ്. അപ്പൊ അത് 12 ആയി. 2 6 12 എന്ന് വരും. വീണ്ടും 2 പോവും. 2 1s 3, 1 റിമൈനിങ് ആണ്. അപ്പൊ 16 എത്ര തവണ പോവും? 8 ടൈംസ് പോവും അല്ലെ? പിന്നെ നമുക്കറിയാം വീണ്ടും 2 പോവും. 9 ടൈംസ് 18. പിന്നെന്താ? 3 into 3 ആണ് 9 അല്ലെ? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 288 എന്ന് പറയുന്നത് എന്താണ്? 2 എത്ര ടൈംസ് ആണ്? 5 ടൈംസ് ഉണ്ട് അല്ലെ ഇവിടെ? ഇൻറ്റു 3 എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇവിടെ എന്താണ്? എക്സ്പൊണൻസ് ഓഫ് 2 ആണ്. എക്സ്പൊണൻസ് എന്ന് പറയുന്നത് ഈ പവർ എന്ന് പറയും അല്ലെ? 2 എത്ര ടൈംസ് വന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇത് എഴുതാൻ മറന്നു പോയത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്സ്പൊണന്റ് ഓഫ് 2 എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? The sum of the exponents of prime factors in the prime factorization of 196 is. അപ്പൊ നമ്മള് സം ഓഫ് ദി എക്സ്പോണൻസ് കണ്ടുപിടിക്കണ്ട അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലെ? 196ന് നമുക്കറിയാം ഇത് ഈവൺ ആണ്. അപ്പൊ 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2 9s 18, 1 റിമൈനിങ് ആയി. അപ്പൊ 16 എത്ര ടൈംസ് പോകും? 8 ടൈംസ് 16 എന്ന് പറയും. പിന്നെ 2 ടൈംസ് ഇനിയും പോവും. 2 4s 8, 1 റിമൈനിങ് ആണ്. അപ്പൊ 18 എത്ര ടൈംസ് പോകും? 9. പിന്നെ നമുക്കറിയാം എന്താണ്? 7 into 7 ആണ് 9 അല്ലെ? അപ്പൊ 196 എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താ? 2 times 2 and 7 square അല്ലെ? അപ്പൊ ഇതിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? സം ഓഫ് ദി എക്സ്പൊണൻസ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ എക്സ്പൊണൻസ് 2ന്റെ എക്സ്പൊണന്റ് 2 ഉണ്ട്, 7ന്റെ എക്സ്പൊണന്റ് 2 ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ട ആൻസർ എന്താണ്? സം ഓഫ് എക്സ്പൊണൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 + 2 അത് എത്രയാണ്? 4. അപ്പൊ ഏതാണ് നമ്മൾ? ഓപ്ഷൻ ബി അല്ലെ? നമ്മൾ എഴുതുമ്പോൾ ഓപ്ഷൻ ബി 4 എന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ അധികം കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താണുള്ളത്? എക്സ്പ്ലെയിൻ വൈ 2 into 3 into 5 plus 5 and 5 into 7 into 11 plus 7 into 5 are composite numbers. നമുക്കറിയാം ഒരു നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഹാസ് ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ദി നമ്പർ ഇറ്റ്സെൽഫ് അല്ലെ? അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതാ തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്പേഴ്സ് എടുക്കുക. ആദ്യത്തെ നമ്പർ എടുക്കാം നമുക്ക്. 2 into 3 into 5 plus 5. ഇതിൽ ഏതാ കോമൺ ആയിട്ടുള്ളത്? 5 കോമൺ ആണ് അല്ലെ? അപ്പൊ നമ്മൾ 5 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ റിമൈനിങ് ഉള്ളത്? 2 into 3 ഉണ്ട് ഫസ്റ്റ് ടേമില്. പിന്നെ ഇവിടെ 5 നമ്മൾ ഓൾറെഡി കോമൺ എടുത്തോണ്ട് ഇവിടെ 1 മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്തായി? 5 into 2 into 3 എന്ന് പറയുന്നത് 6 ആയി, പ്ലസ് 1 എത്രയായി? 5 into 7 കിട്ടി അല്ലെ? അപ്പൊ ഇതെന്താണ്? നമുക്ക് മനസ്സിലായി there are factors 5 ഉം 7 ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ട് അല്ലെ? other than the number itself and 1. അതുകൊണ്ട് this is a composite number എന്ന് എഴുതും അല്ലെ? therefore it is a composite number.
5 into 7 into 11 പ്ലസ് 7 into 5 അല്ലേ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 5 into 7 കോമൺ ആണ്. ഇവിടെ ഫസ്റ്റ് ടേമിൽ റിമൈനിങ് ആയിട്ടുള്ളത് 11 ആണ്. സെക്കൻഡ് ടേമിൽ നമ്മൾ മൊത്തത്തിൽ കോമൺ എടുത്തു അല്ലേ. അപ്പൊ 1 മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 into 7 into 11 plus 1 എന്ന് പറയുന്നത് 12 ആയി അല്ലേ. അപ്പൊ therefore ഇതിൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് factors other than 1 and the number itself. അതുപോലെ എഴുതാട്ടോ. Prove that 4 raised to n can never end with digit 0 where n is a natural number. അല്ലേ, ഒരു നമ്പർ 0ൽ എൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് 20 എടുക്കാം. ഇപ്പൊ 20 എന്ന് പറയുന്നത് 0ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ എന്താണ്? 4 5s are 20 എന്നാണ്. 2 into 2 4i into 5 20 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 into 10 ആണ് 20. 2 into 2 into 5 10ന്റെ ഫാക്ടറൈസേഷൻ, അതായത് 2 into 5 20 വരും അല്ലേ. ഇനി നമ്മൾ 30 എടുത്ത് നോക്കിയാലോ. 30 എന്ന് പറയുന്നത് 3 into 10 ആണ്. അപ്പൊ 3 into 10ന്റെ ഫാക്ടറൈസേഷൻ, അതായത് 2 into 5 ആയിരുന്നു അല്ലേ. അപ്പൊ ഒരു നമ്പർ 0ൽ എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? 10ന്റെ ഫാക്ടർ ആയിട്ടുള്ള 2ഉം 5ഉം എന്തായാലും വരണം അല്ലേ. For a number to end with digit 0 എന്ത് വേണം? It should be divisible by 2 and 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് 5 എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4 raised to n എന്ന് പറയുന്നത് എന്താണ്? 2 into 2 whole raised to n എന്ന് വരാം. The prime factorization of ഇതിൽ എന്താണുള്ളത്? Does not contain prime factorization of 4 raised to n doesn't contain the prime factor 5 അല്ലേ. 5 എന്നുള്ള പ്രൈം ഫാക്ടർ ഇല്ല. അതുകൊണ്ട് എന്താണ്? 4 raised to n can never end with digit 0. Assertion എന്താണ്? 12 raised to n ends with digit 0 where n is a natural number. 12 raised to n digit 0ൽ end ചെയ്യോ? നമ്മൾ എങ്ങനെയാ നോക്കുക? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 എഴുതും അല്ലേ. 12 എന്ന് പറയുന്നത് 3 into 4 ആണ്. അതായത് 3 into 4 എന്ന് പറയുന്നത് 2 into 2 അല്ലേ. ഇതിൽ എന്താണ്? 5 എന്നുള്ള നമ്പർ ഇല്ല അല്ലേ. നമ്മൾ 0ൽ എൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു 2ഉം 5ഉം രണ്ടും വേണം. അപ്പൊ ഇവിടെ 2 ഉണ്ട്, 5 ഇല്ല. അതുകൊണ്ട് 12 raised to n എന്ന് പറയുന്നത് 0ൽ എൻഡ് ചെയ്യില്ല. അപ്പൊ നമ്മളെ അസേഷൻ എന്തായി? ഫോൾസ് ആയി അല്ലേ. അസേഷൻ റോങ് ആയി. ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? എനി നമ്പർ ends with digit 0 if its prime factor is of the form 2 raised to m into 5 raised to n where m and n are natural numbers. അത് ശരിയാണല്ലേ. 2 into 5 എന്നുള്ള ഫോമിൽ വരണം. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? അസേഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അല്ലെ. അതേ സെയിം ക്വസ്റ്റ്യൻ 2023 വന്നത് ഇങ്ങനെയാണ്. The number 5 raised to n cannot end with digit 0. ശരിയാണ് അല്ലെ. Where n is a natural number. നമ്മൾ 5 raised to n ന്റെ ഫാക്ടറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ വരാ? 5 into 1 5 അല്ലേ അല്ലെ. ഇതിലെന്താണ്? ഇറ്റ് കനോട്ട് എൻഡ്. കാരണം എന്താണ്? ഇവിടെ 5 ഉണ്ട് പക്ഷെ 2 ഇല്ല അല്ലെ. നമുക്കറിയാം 0ൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2ഉം 5ഉം ആണ്. അപ്പൊ നമ്മളെ അസേഷൻ കറക്റ്റ് ആണ്. ഇറ്റ് കനോട്ട് എൻഡ് വിത്ത് ഡിജിറ്റ് 0. റീസൺ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 5 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് 1 and 5. പ്രൈം ഫാക്ടറൈസേഷനിൽ 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 5ഉം. ഇതാണോ കറക്റ്റ് ആയ റീസൺ? അല്ല. റീസൺ എന്ന് പറയുന്നത് ഇവിടെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2 ഇല്ല, 2ഉം 5ഉം ഉണ്ടെങ്കിൽ മാത്രമേ 0ൽ എൻഡ് ചെയ്യുള്ളൂ. അപ്പൊ റീസൺ നമ്മളെ ഫാൾസ് ആണ്, അസേഷൻ ട്രൂ ആണ്. അപ്പൊ ഓപ്ഷൻ എന്താ വരുന്നത്? ഓപ്ഷൻ സി അല്ലെ. അസേഷൻ എ ഇസ് ട്രൂ ബട്ട് റീസൺ ആർ ഇസ് ഫാൾസ്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ 2021 ചോദിച്ചാണ്. P and Q are two positive integers such that P എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? P is equal to P raised to 3 into Q. Q എന്ന് പറയുന്നത് എത്രയാണ്? PQ whole square. അപ്പൊ P square Q square അല്ലെ. Where P and Q are prime numbers, what is the LCM? LCM HCF കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. LCM എന്ന് പറയുന്നത് എപ്പോഴും തന്നിരിക്കുന്ന നമ്പറിനെക്കാട്ടി ലാർജർ നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാ നമ്മൾ ലാർജർ നമ്പർ കണ്ടുപിടിക്കുക? എല്ലാ ഫാക്ടേഴ്സും എടുക്കണം അല്ലെ. ലാർജർ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സംഖ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള എല്ലാ ഫാക്ടേഴ്സും എടുക്കണം. ഇവിടെ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിയും ക്യൂ എടുത്തു. ഇനി നമുക്ക് വലിയ സംഖ്യ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിന്റെ ഹയസ്റ്റ് പവർ നോക്കണ്ടേ അല്ലെ. അപ്പൊ ഇവിടെ പിന്റെ
ഹയസ്റ്റ് പവർ എന്താണ്? 3 ഉണ്ട് 2 ഉണ്ട് അല്ലെ? അപ്പൊ ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളത് 3 ആണ്. അപ്പൊ നമ്മൾ ഹയസ്റ്റ് പവർ p⁻³ എന്ന് എഴുതി. ക്യൂയിൽ ഏതാ ഹയസ്റ്റ് പവർ? 2 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള പവർ. അപ്പൊ q⁻². അപ്പൊ നമുക്ക് വലിയ സംഖ്യയാണ് LCMന് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഫാക്ടേഴ്സും എഴുതണം. അതിന്റെ കൂടെ തന്നെ ഹയസ്റ്റ് പവർ ആണ് എല്ലാ ഫാക്ടേഴ്സിനും വേണ്ടത്. ഓക്കെ, അപ്പൊ p⁻³ into q⁻², ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനിയിപ്പോ ഇതിൽ HCF ആ ചോദിച്ചതെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് അറിയാം HCF എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യേനെ കാട്ടി എപ്പോഴും ചെറിയ നമ്പർ ആയിരിക്കും അല്ലെ? ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ പി ഉണ്ട് ക്യൂ ഉണ്ട്, രണ്ടും കോമൺ തന്നെയാണ്. അപ്പൊ നമ്മൾ രണ്ടും പിയും ക്യൂ എടുത്തു. ചെറിയ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ പവർ എടുക്കണ്ടേ. അപ്പൊ ഇവിടെ പിന്റെ ചെറിയ പവർ എന്ന് പറയുന്നത് 2 ആണ്, ക്യൂവിന്റെ ചെറിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ p²q എന്ന് വരും അല്ലെ? അപ്പൊ ഇതാണ് HCF ചോദിച്ചാലുണ്ടാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of HCF to LCM of the least composite number and the least prime number. ഇവിടെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? എല്ലാവർക്കും HCF LCM എല്ലാം ചെയ്യാൻ അറിയാം. ഇവിടെ കുടുങ്ങി പോകുന്നത് എന്താണ്? ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൽ ഡൗട്ട് വരും, ലീസ്റ്റ് പ്രൈം നമ്പറിൽ ഡൗട്ട് വരും അല്ലെ? നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉണ്ട് 3 ഉണ്ട് 5 ഉണ്ട് 7 ഉണ്ട്. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? എല്ലാത്തിനും 1 ആൻഡ് ദി നമ്പർ ഇറ്റ്സെൽഫ് മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, അതേ നമ്പറും പിന്നെ 1 അല്ലെ? 7 1. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഇതിൽ ഏറ്റവും ചെറിയത് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ലീസ്റ്റ് പ്രൈം നമ്പർ. അപ്പൊ നിങ്ങൾ ചോദിക്കും 1 പ്രൈം നമ്പർ ആണോ? അല്ല അല്ലെ? 1ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. പ്രൈം നമ്പേഴ്സിന് ഇറ്റ് ഹാസ് 2 ഫാക്ടേഴ്സ്. പ്രൈം നമ്പേഴ്സിന് എപ്പോഴും 2 ഫാക്ടർ ഉണ്ട്. അപ്പൊ 1 നിതർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് നമ്മൾ പറയാ. 1 പ്രൈമിലും പെടൂല കോമ്പോസിറ്റ് നമ്പറിലും പെടൂല. അപ്പൊ ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 2 എടുക്കും. പിന്നെ ഉള്ളത് ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ അല്ലെ? 2 കഴിഞ്ഞിട്ട് നമുക്ക് 3യും പ്രൈമും ആയി വന്നു. ഇനി പിന്നെ ഉള്ളത് 4 ആണ്. 4 എന്താ? പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? 4ന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട് 4 ഉണ്ട്, പിന്നെ 2 into 2 ആണ് 4 അല്ലെ? അപ്പൊ ഇതിൽ എന്തായി? മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആയി, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ദി നമ്പർ ഇറ്റ്സെൽഫ്. അതായത് 2 ഒരു മൂന്നാമതൊരു ഫാക്ടറും കൂടി വന്നുകൊണ്ട് നമ്മൾ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? അപ്പൊ ഇത്രയും അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലെ? ഇത് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ? ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്, ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇതിൽ HCF എന്നാണ് 4 എന്ന് പറയുന്നത് നമുക്ക് എന്താ ചെയ്യാം? 2 into 2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ HCF കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2 ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ HCF എന്ന് പറയുന്നത് 2 ആയി. നമ്മളെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? HCF by LCM. LCM എത്രയാ വരിക? LCM എന്ന് പറയുന്നത് ഈ നമ്പറിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പൊ 2² എന്ന് വരും അല്ലെ? അപ്പോ റേഷ്യോ എന്താണ്? 1/2 എന്ന് വരും അല്ലെ? 1:2. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. ഓക്കെ, if p and q are natural numbers and p is a multiple of q, then what is the HCF of p and q? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് എന്താണ്, മൾട്ടിപ്പിൾസ് എന്താണെന്ന് നിങ്ങൾ അറിയണം അല്ലെ? എന്നാലേ നിങ്ങൾക്ക് മൾട്ടിപ്പിൾസ് എന്താണെന്ന് അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഞാനൊരു എക്സാമ്പിൾ പറയാം. രണ്ട് സ്മോളർ നമ്പേഴ്സ് 2 എടുത്തു 5 കൊടുത്തു. 2 into 5 ചെയ്തപ്പോൾ നമുക്കൊരു ലാർജർ നമ്പർ കിട്ടി, അതാണ് 10. അപ്പൊ ഈ ലാർജർ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മൾട്ടിപ്പിൾ. ഈ വലിയ സംഖ്യനെ വിളിക്കുന്നതാണ് മൾട്ടിപ്പിൾ എന്ന് പറയും. ഓക്കെ, മൾട്ടിപ്പിൾ. ഈ ചെറിയ സംഖ്യക്ക് നമ്മൾ പറയുന്നതാണ് എന്ത്? ഫാക്ടേഴ്സ്. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഈ വലിയ സംഖ്യനെ നമ്മൾ പറയുന്നതാണ് മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇത് 2ഉം 5ഉം എന്താണ്? 10ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം അല്ലെ? 2 is a factor of 10, 5 is a factor of 10. ഈ ചെറിയ സംഖ്യകൾക്കാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, വലുതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കോ, ഇനി ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. P is a multiple of Q. P എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് ക്യൂ, ക്യൂവിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ക്യൂ ഇൻറ്റു ഏതോ നമ്പർ, ഈ നമ്പർ ഏതോന്ന് നമുക്ക് അറിയില്ല അല്ലെ? രണ്ടാമത്തെ നമ്പർ, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ക്യൂ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പി കിട്ടി അല്ലെ? പി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഇൻറ്റു എക്സ്, അതാണ് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ക്യൂവിന്റെ മൾട്ടിപ്പിൾ അല്ലെ? രണ്ടാമത്തെ നമ്പർ ക്യൂ ആണ്, അതെന്താണ്? ക്യൂ തന്നെയാണ് നമ്പർ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള എന്താണ്? HCF ആയിട്ട് എടുക്കേണ്ടത് അല്ലെ? കോമൺ ആയിട്ടുള്ളത് എന്താണ്? ക്യൂ തന്നെയാണ്. ഈ ക്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. ക്യൂ ഇൻറ്റു എക്സ് ആണ് നമ്മൾ പി എന്ന് പറയുന്നത് അല്ലെ?
അപ്പൊ ക്യൂ രണ്ടിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ HCF ഉണ്ടാവും ക്യൂ ആയിരിക്കും. ഇനി LCM ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? LCM ആണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും എടുക്കണം. ക്യൂ ഇൻറ്റു എക്സ് എന്ന് വരും. അതായത് ക്യൂവിന്റെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പി ആണ് അല്ലെ. സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ LCM ഓഫ് ടു നമ്പേഴ്സ് ഇസ് 2400. അപ്പൊ LCM ഓഫ് രണ്ട് നമ്പേഴ്സ് നമുക്ക് എടുക്കാം, എയും ബി ആണ്. അതിനെന്താണ്? 2400 ആണ് LCM എന്ന് തന്നു അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദിയർ HCF? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. 6ഉം 8ഉം. ഓക്കെ, 6ന്റെ ഫാക്ടേഴ്സ് എന്താണ്? 2 into 3 ആണ്. 8ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 into 4, അതായത് 2 into 2 എന്ന് പറയും അല്ലെ. ഇതിൽ HCF ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ളത് 2 മാത്രമാണ്. അപ്പൊ HCF എന്ന് പറയുന്നത് 2 ആണ്. LCM എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഉണ്ട്, 3 ഉണ്ട്. 2ന്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് അല്ലെ. 2 3 ടൈംസും 3 1 ടൈംസ് ആണ് LCM വരിക. അപ്പൊ എന്താണ്? 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8 3s 24 വരും LCM. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടു. HCF എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ്. അതുപോലെ തന്നെ LCMന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും അല്ലെ. ഇവിടെ HCF 2 ആണ്. ഇവിടെ LCM എന്ന് പറയുന്നത് 2⁻3 into 3, അതായത് HCF ഇതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും അല്ലെ. 2⁻3 എന്ന് പറയുന്നത് 2 into 2 into 2. അപ്പൊ ഇതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് തന്നെയാണ് എന്ത് HCFഉം വരിക. അപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. LCM ഓഫ് ടു നമ്പേഴ്സ് 2400 തന്നു. Which of the following cannot be their HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും അതിന് HCF ആകാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇതിന്റെ ഫാക്ടർ അല്ലെങ്കിൽ അത് HCF ആയിരിക്കില്ല. ഫാക്ടർ അല്ല എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ കൊണ്ട് നമുക്ക് ഈ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ഓപ്ഷൻ 300 ആണ്. അപ്പൊ 2400 നമുക്ക് 300 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ഡിവൈഡ് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആണ് അല്ലെ. 3 8s are 24. അതായത് 300 എന്ന് പറയുന്നത് 2400ന്റെ ഒരു ഫാക്ടർ ആണ്. നമുക്ക് നോക്കാം 400. 400 ഒരു ഫാക്ടർ ആണോ? യെസ്, അതും ഒരു ഫാക്ടർ ആണ്. കാരണം അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 2400 നമുക്ക് 400 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും ഒരു ഫാക്ടർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം 600. 2400 ഡിവൈഡഡ് ബൈ 600 ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. 6 4s are 24 എന്ന് വരും അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ 600ഉം 400ഉം 300 എന്ന് പറയുന്നതൊക്കെ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ 500 എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ അല്ല അല്ലെ. നമുക്ക് 2400ന് 500 വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം 500 എന്ന് പറയുന്നത് ഇതിന്റെ ഫാക്ടർ അല്ല. അപ്പൊ LCMന്റെ ഫാക്ടർ അല്ലെങ്കിൽ അത് HCF അല്ല എന്ന് അർത്ഥം. HCF ആണെങ്കിൽ അത് എപ്പോഴും LCMന്റെ ഫാക്ടർ ആയിരിക്കും. LCMൽ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും വെച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ HCFഉം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The LCM of two numbers is 182 and HCF is 13. അപ്പൊ LCM എന്ന് പറയുന്നത് 182 ആണ്. HCF എന്ന് പറയുന്നത് 13 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? If one of the numbers is 26, ഒരു നമ്പർ നമ്മൾ A ആയി എടുക്കാം, അത് 26 ആണെങ്കിൽ find the other number. B ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു റിലേഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? LCM into HCF is equal to product of two numbers. ഇത് അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക അല്ലെ. 182 into HCF എന്ന് പറയുന്നത് 13 ആണ്, is equal to 26 into B എന്ന് വരും. അപ്പം ഇനി എന്താ, 26നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അത് ഡിവൈഡ് ആവും അല്ലെ. 182 into 13 by 26 എന്ന് വരും, ഈക്വൽ ടു B. അപ്പൊ 13നെ നമുക്ക് 26 ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്? 13 1s are 13, 13 2s are 26. ഇനി 2 ഇവിടെ വെച്ചിട്ട് 2 9s are 18, 2 1s are 2. അപ്പൊ ആൻസർ എന്താ വരാ? B is equal to 91 വരും. ഇതാണ് നിങ്ങളെ അതർ നമ്പർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x is equal to തന്നിരിക്കുന്ന നമ്പർ വേഗം എഴുതാം. 2 raised to 5 into 7, y is equal to 2 square into 3 square into 5, and z is equal to 3 raised to n into 5 square. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കുക അല്ലെ. LCM എന്നാണ് പറഞ്ഞു? തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സ് അല്ലെ. 2 ഉണ്ട്, 3 ഉണ്ട്,
5 ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഹയസ്റ്റ് പവർ എടുക്കണം, എല്ലാ ഫാക്ടേഴ്സും എടുക്കണം, 7 കൂടി വരണം. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഹയസ്റ്റ് ഫാക്ടേഴ്സ് എടുക്കണം. ഹയസ്റ്റ് ഫാക്ടർ എന്താണ്? ഇവിടെ 2⁵5 ഉണ്ട്. 3ന്റെ ഹയസ്റ്റ് പവർ എന്താന്ന് നമുക്കറിയില്ല അല്ലേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ആണ്, ഇവിടെ n ആണ്. അതിന്റെ ഹയസ്റ്റ് പവർ എന്താണ് നമ്മളിപ്പോ കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് n-ന്റെ വാല്യൂ കിട്ടും അല്ലെ. ഇവിടെ 5². ക്വസ്റ്റ്യനിൽ ഇവിടെ 5² വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന LCM എന്താണ്? 2⁵5 into 3⁴ into 5² into 7 വരും. അപ്പൊ നമുക്കറിയാം ഇവിടെ 2⁵5 ഓക്കെ ആണ്, ഇവിടെ 3 ആണ് നമുക്ക് വാല്യൂ അറിയാത്ത അല്ലെ. 3⁴. ഇനി പറഞ്ഞു ഇവിടെ 3² ഉള്ളത്, അപ്പൊ 3n ഉള്ളത് എന്തായിരിക്കും? 3⁴ ആയിരിക്കും. അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്? 4. സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി 4 ആണ്. The HCF and LCM of 12, 21 and 15 respectively are. സിമ്പിൾ അല്ലേ. 12 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയട്ടെ. 12 എന്ന് പറയുന്നത് 3 into 4 ആണ്, 3 into 2 into 2 എന്ന് പറയാം. 21 എന്ന് പറയുന്നത് ഈക്വൽ ടു 2² into 3 അല്ലേ. 21 എന്ന് പറയുന്നത് എന്താണ്? 3 into 7 and 15 എന്ന് പറയുന്നത് എന്താണ്? 3 into 5. ഇത് സിമ്പിൾ ആയിട്ട് HCF LCM കണ്ടുപിടിച്ചല്ലേ. കോമൺ ഫാക്ടർ മാത്രം എടുക്കുക. ഇവിടെ കോമൺ ആയിട്ടുള്ളത് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3ന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ് എല്ലാത്തിലും. അപ്പൊ HCF എന്ന് പറയുന്നത് 3 ആണ്. ഇനി LCM എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൂടി എടുക്കണം. അപ്പൊ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് 2ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്, 3ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്, 7 ആണ്. 7ഉം 5ഉം എല്ലാം 1 തന്നെയാണ് ഹയസ്റ്റ് പവർ അല്ലെ. ഇതെങ്ങനെയാ ഇനി സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കോ. നമുക്കറിയാം 5 into 2 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. അത് 10 ആദ്യം മാറ്റി വെച്ചു. ഇനി ഒരു 2 ബാക്കിയുണ്ട്. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്, 6 into 7 എന്ന് പറയുന്നത് 42 ആണ്. ആൻസർ കിട്ടിയില്ലേ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 3യും ആദ്യം ചോദിച്ചിരിക്കുന്ന HCF ആണ്. അപ്പൊ ഫസ്റ്റ് 3 വരണം. 3യും 420 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 85 and 72 ലീവിംഗ് റിമൈൻഡേഴ്സ് 1 and 2 റെസ്പെക്റ്റീവ്ലി. നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. ഫൈൻഡ് ദ നമ്പർ വിച്ച് ഡിവൈഡ്സ് 85 and 72. 85നെയും 72നെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് ആ നമ്പർ അറിയില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം x ആയിട്ട് എടുത്തു ആ നമ്പർ. ഓക്കെ. ഇപ്പൊ 85ന് നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് റിമൈൻഡർ വരുന്നത്? 1 അല്ലെ. നമുക്ക് റിമൈൻഡർ ആയിട്ട് 1 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? എസിനെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി 85നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ എന്തിനെ പറ്റും? 85ന്ന് 1 കുറച്ചാൽ നമ്മൾ റിമൈൻഡർ 0 ആയി അല്ലെ. നമ്മൾ 85 മൈനസ് 1 അതായത് 84. 84നെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നതാണ് 2 അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 72നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 72ന്ന് നമ്മൾ ഈ റിമൈൻഡർ 2 കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ റിമൈൻഡർ 0 ആയി കിട്ടും അല്ലെ. അതായത് 72 മൈനസ് 2 അതായത് 70. 70നെ നമുക്ക് എന്തായി എക്സിനെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം അവരൊന്ന് വളച്ച് ചോദിച്ചേ ഉള്ളൂ. നിങ്ങളിപ്പോ കണ്ടുപിടിക്കേണ്ട 84ഉം 70നെയും കൂടി ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ. 84നെയും ഡിവൈഡ് ചെയ്യണം, 70നെയും ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു നമ്പർ നോക്കിക്കോ. ഇവിടെ HCF ആണോ LCM ആണോ ചോദിക്കുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ ഈ വേർഡ് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ. HCF ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതെന്താണ്? എപ്പോഴും ചെറിയ നമ്പർ ആണ് അല്ലെ, ചെറിയ നമ്പർ ആണ്. LCM ആണെങ്കിൽ എന്താണ്? എപ്പോഴും വലിയ നമ്പർ ആണ്. ഒന്ന് ബിഗ് ആണ്, ഒന്ന് സ്മോൾ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെറിയ സംഖ്യ കാണാനാണോ വലിയ സംഖ്യ കാണാനാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് പിടികിട്ടും അല്ലെ. 84നെ നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ x എന്തായിരിക്കണം? 84നെക്കാട്ടി സ്മോൾ ആയിരിക്കണം അല്ലെ. 70നെ നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം x എന്ന് പറയുന്നത് 70നെക്കാട്ടി സ്മോൾ ആയിരിക്കണം. സ്മോൾ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ അർത്ഥം HCF കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ അല്ലേ. ഇനി HCF കണ്ടുപിടിക്കുമല്ലോ.
ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 84ന് 17 ആണ്. 85 72 അല്ല ഇനി നോക്കേണ്ടത്. ഇനിയുള്ളത് നമ്മളെ നമ്പർ 84ഉം 70 ആണ്. അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, HCF കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, the length, breadth and height of a room are 8 meter 50 centimeter, 6 meter 25 centimeter and 4 meter 75 centimeter respectively. Find the length of the longest rod that can measure the dimension of the room exactly. ഇപ്പോൾ നമ്മൾ ഒരു റൂം കൺസിഡർ ചെയ്യാം. ഇതിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? ലെങ്ത് 8 meter 50 centimeter. അത് നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? 8 meter എന്ന് പറഞ്ഞാൽ 800 centimeter ആയി, പ്ലസ് 50 centimeter കൂടി കൂട്ടിയാൽ 850 centimeter എന്നായി. അങ്ങനെ എല്ലാം കൂടി കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 850 centimeter ആയി. ബ്രെഡ്ത്ത് എന്താണ്? 6 meter 25 centimeter, അതായത് 625 എന്ന് വരും. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 475 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി ലെങ്ത് is equal to 850, breadth is equal to 625 and height is equal to 475. Find the length of the longest rod that can measure the dimension of the room exactly. ഈ ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ് അത് വെച്ചിട്ടൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. എന്താ ചോദിക്കുന്നതെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. നമ്മളെ കയ്യിൽ ഒരു റോഡാണ് ഉള്ളത്, മെഷർമെന്റ് ഒന്നും ഇല്ല അതിന്. അത് വെച്ചിട്ട് നമുക്ക് ഈ റൂമിന്റെ ഡയമെൻഷൻസ് അളക്കണം. ലെങ്ത് അളക്കണം, ബ്രെഡ്ത്ത് അളക്കണം, ഹൈറ്റ് അളക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നമ്മളോട് ചോദിക്കുന്നത് HCF ആണോ LCM ആണോ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? വലിയ സംഖ്യ ആണോ കണ്ടുപിടിക്കേണ്ടത്, ചെറിയ സംഖ്യ ആണോ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, നമ്മളെ റോഡ് എന്ന് പറയുന്നത് വലിയ റോഡാണെങ്കിൽ ഈ ലെങ്ത്തിനാങ്കട്ടി വലിയ റോഡ് അല്ലെ, നമ്മളിപ്പോ 850 ലെങ്ത് അല്ല, അതിനാങ്കട്ടി ഒരു വലിയ റോഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അളക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? കാരണം എന്താ, ഇതില് മെഷർമെന്റ്സ് ഒന്നും ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു ചെറിയ റോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അളന്ന് ഇവിടുന്ന് 1, ഇവിടെ 2, ഇവിടുന്ന് ഇങ്ങനെ 3 അങ്ങനെ വെച്ചിട്ട് ഈ ചെറിയ റൂം അളക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ചെറിയ സംഖ്യയാണ്. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ വേർഡ് പ്രോബ്ലംസിൽ HCF ആണോ LCM ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സെമിനാർ, ഇതൊരു കേസ് സ്റ്റഡി ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഇൻ എ സെമിനാർ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ് ആർ. ഒരു സെമിനാർ ഉണ്ട്, അതിൽ ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ 60 ആണ്. ഇംഗ്ലീഷിന്റെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് 84 ആണ്. മാത്തമാറ്റിക്സിന്റെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് 108 ആണ്. 3 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇൻ ഈച്ച് റൂം ദ സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ടു ബി സീറ്റഡ് ആൻഡ് ഓൾ ഓഫ് ദം ബീയിങ് ഇൻ ദ സെയിം സബ്ജക്ട്. ഹെൻസ് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ട് അവർ ഓരോ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റൂമിലായിട്ട് അവർ ഓരോ സബ്ജക്റ്റിലെ കുറച്ച് പേര് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഒരു റൂം. ഒരു റൂമിൽ എത്ര പാർട്ടിസിപ്പൻസ് വെച്ചിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടു, HCF ആണോ LCM ആണോ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞോ, ഈ തന്നിരിക്കുന്ന നമ്പർ 16 കാട്ടി കൂടുതലുള്ള നമ്പർ ആണോ നിങ്ങൾക്ക് വേണ്ടത്, കുറവുള്ളതാണോ? 16 കാട്ടി കൂടുതലുള്ള ആൾക്കാരെ നിങ്ങൾ ഒരു റൂമിൽ ഇരുത്തോ? ഇല്ലല്ലേ? കാരണം എന്താ, ഒരു റൂമിൽ ഒരു സബ്ജക്റ്റിന്റെ മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഹിന്ദിയിൽ 60 സ്റ്റുഡൻസേ ഉള്ളൂ, 60 പാർട്ടിസിപ്പൻസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും 60ൽ കൂടുതലായിരിക്കില്ല, 16നെക്കാളും കുറവ് പാർട്ടിസിപ്പൻസിനെ മാത്രമേ ഓരോ റൂമിൽ എടുത്തുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി, ഇവിടെ വലിയ നമ്പേഴ്സ് അല്ല വേണ്ടത്, നമുക്ക് ഇവരെ സ്പ്ലിറ്റായി ചെറിയ ചെറിയ നമ്പേഴ്സിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ചെറിയ നമ്പർ അഥവാ HCF ആണ് അല്ലെ? ഈ മാക്സിമം, മിനിമം, ലോങ്സ്റ്റ്, ഷോർട്ടസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, ലീസ്റ്റ് അങ്ങനത്തെ ഉള്ള ഇത് ടേംസ് ഒന്നും നിങ്ങൾ ആലോചിക്കരുത്, അത് കൺഫ്യൂഷൻ ആവും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കേണ്ടത് ചെറിയ സംഖ്യയാണോ വലിയ സംഖ്യയാണോ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോകില്ല. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ഇഫ് ഇൻ ഈച്ച് റൂം സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ടു ബി സീറ്റഡ് ആൻഡ് ഓൾ ഓഫ് ദം ബീയിങ് ഇൻ ദ സെയിം സബ്ജക്ട്. അപ്പൊ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് റൂംസ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ?
അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ വൺ റൂം കണ്ടുപിടിച്ചു അല്ലെ. ഒരു റൂമിൽ എത്ര പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് റൂംസ് ആണ്. നമ്പർ ഓഫ് റൂംസ് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് റൂംസ് ഇസ് ഈക്വൽ ടു ഹിന്ദിക്ക് എത്ര റൂംസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദിയിലെ ടോട്ടൽ പാർട്ടിസിപ്പൻസ് 60 ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ HCF അതാണ് ഒരു റൂമിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തത് അല്ലെ. HCF എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞുതരാം. നമുക്ക് HCF ആയി കിട്ടിയതെന്ന് പറയുന്നത് 12. HCF കിട്ടിയത് 12 ആണ്. അപ്പോൾ ഹിന്ദിയിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 5 റൂംസ് ആ കിട്ടുക. ഓക്കെ, ഇത് ഹിന്ദിക്ക്. ഇനി നമുക്ക് എന്താണ് അതുപോലെ ഇംഗ്ലീഷിന് നോക്കണം. ഇംഗ്ലീഷിനാണെങ്കിൽ എത്രയാണ്? 84/12 എന്ന് വരും അല്ലെ. എത്ര വരാം? 4 3s 4 2s 1s. അപ്പൊ 7 റൂംസ് അല്ലെ. അപ്പൊ ഇംഗ്ലീഷിന് 7. അപ്പൊ എഴുതിക്കോ, ഹിന്ദിക്ക് 5 കിട്ടി, ഇംഗ്ലീഷിന് 7 വേണം. ആൻഡ് മാത്സിന് എത്രയാണ്? 108/12. എത്രയാണ്? 2 6s 2 5s 2 4s 8 6 9s 54 അല്ലെ. അപ്പൊ മാത്സിന് നമുക്ക് മനസ്സിലായി 9 ആണ്. ഇത് ടോട്ടൽ എത്ര റൂംസ് ആയി? 9 + 7 എന്ന് പറയുന്നത് 16 ആണ്. 16 + 5 എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ ടോട്ടൽ ആയിട്ട് 21 റൂംസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് റൂംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 bells ring at intervals 6, 12 and 18 minutes. 6 മിനിറ്റ്സിലും 12 മിനിറ്റ്സിലും 18 മിനിറ്റ്സിലാണ് 3 അലാറം റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെല്ലാവരും കൂടി സ്റ്റാർട്ട് ചെയ്തത് 6 AM ഓക്കെ, 6 AM അവര് ബെല്ല് റിംഗ് ചെയ്തു. ഇനി എപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഒന്നും കൂടി റിംഗ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബിഗ് ആയിട്ടുള്ള നമ്പർ ആണോ സ്മോൾ ആയിട്ടുള്ള നമ്പർ ആണോ നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതായത് HCF ആണോ LCM ആണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. ഇപ്പോ 6 മിനിറ്റ്സിൽ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മിനിറ്റ്സിൽ എല്ലാവരും കൂടി ഒന്നുകൂടി റിംഗ് ചെയ്യോ? അതായത് 6 കഴിഞ്ഞ് 6 ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഈ ഫസ്റ്റ് ബെല്ല് റിംഗ് ചെയ്യും. അപ്പോ ബാക്കിയുള്ളത് റിംഗ് ചെയ്യോ? ഇല്ല. 6:12 ഇയാള് റിംഗ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി റിംഗ് ചെയ്യും അല്ലെ. 6:12 ഈ രണ്ടാമത്തെ റിംഗ് ചെയ്യും, ഫസ്റ്റത്തെ ആള് റിംഗ് ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചെറിയ നമ്പർ അല്ല, നമുക്ക് വലിയ നമ്പർ ആവണ്ട അല്ലെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മിനിറ്റിൽ കുറഞ്ഞിട്ടല്ല അടിക്കുക, 6 മിനിറ്റിനേക്കാളും കൂടുതലാണ്. അതായത് വലിയ സംഖ്യയാണ് നമ്മൾ കാണേണ്ടത്. അതിനർത്ഥം ബിഗ് എന്ന് പറയുമ്പോൾ നമ്മൾ LCM ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 6-ന്റെയും 12-ന്റെയും 18-ന്റെയും LCM കണ്ടുപിടിക്കുക. 6-ന്റെ എന്ന് പറയുന്നത് 2 × 3 ആണ് ഫാക്ടർ വരിക. 12 എന്ന് പറയുന്നത് 4 × 3, അതായത് 2 × 2 × 3 വരും. 18 എന്ന് പറയുന്നത് എന്താണ്? 3 × 6 അല്ലെ. അപ്പൊ 2 × 3 ആണ് 6 × 3. 6 × 3 ആണ് 18 വരുന്നത്. അപ്പൊ ഇവിടെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. LCM എന്ന് പറയുന്നത് 2 × 3. 2ന്റെ പവർ എത്രയാണ്? ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ, 2 ടൈം വരുന്നുണ്ട്. 3ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇവിടെയാണ്, 2 ടൈം വരുന്നുണ്ട്. നോക്കിക്കോ, 2² എന്ന് പറയുന്നത് 4 ആണ്, 3² എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 4 × 9 എന്ന് പറയുന്നത് 36 മിനിറ്റ്സ് ആണ്. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിർത്താൻ പാടില്ല, ഇതിന്റെ ആൻസർ എഴുതണം. when will they ring together again? 36 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇനി അവർ റിംഗ് ചെയ്യുക. അതിന്റെ അർത്ഥം 6 o'clock അടിച്ചു കഴിഞ്ഞാൽ ഇനി 36 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, അതായത് 6:36 AM ഇനി നെക്സ്റ്റ് റിംഗ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതും കൂടി നിങ്ങൾ എഴുതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് when divided by 12, 16 and 24 leaves remainder 7 in each case. നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ, നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം. എക്സ് എന്ന് എടുത്തു നമ്മൾ ആ നമ്പർ. വിച്ച് when divided by 12, നമ്മൾ ഈ എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? 12 വെച്ച് ഡിവൈഡ് ചെയ്തു, 16 വെച്ച് ഡിവൈഡ് ചെയ്തു, 24 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് ചെയ്ത് റിമൈൻഡർ 7 ആയി കിട്ടി. ഓക്കെ, റിമൈൻഡർ ഇതൊക്കെ അവിടെ മാറ്റി വെക്കാം. നമുക്ക് എന്താണ് ഇതിനേക്കാളും വലിയ നമ്പർ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ ഇതിൽ നിന്ന്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
12ന്റെയും 16ന്റെയും 24ന്റെയും LCM കണ്ടുപിടിക്കണം അല്ലെ. വലിയ നമ്പറാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് LCM കണ്ടുപിടിക്കണം. ഈ LCM കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 48 ആണ്. LCM കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും 48 ആണ് ഇവരുടെ LCM. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 12, 16 and 24 ലീവ്സ് റിമൈൻഡർ 7. നമുക്ക് 7 റിമൈൻഡർ തരണം അല്ലെ. ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 48നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം ഇത് അതിന്റെ LCM ആണ് അല്ലെ. പക്ഷെ നമുക്ക് ഇനി വേണ്ടത് അതിന്റെ കൂടെ റിമൈൻഡർ 7 കിട്ടുന്ന ഒരു നമ്പറിനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 48ന്റെ കൂടെ ഒരു 7 കൂടി ആഡ് ചെയ്തു, അതായത് 55. ഇതാണ് നമ്മളുടെ ചോദിച്ചിരിക്കുന്ന ആൻസർ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 18, 24 and 36. എന്താ ചോദിക്കുന്നത്, ഒരു നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. ഫൈൻഡ് ദി നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ. ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഡിവൈഡഡ് ബൈ അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ. നമുക്ക് ഈ എക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്, 18നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 24നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 36നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എക്സിനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു വലിയ നമ്പർ ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് വലിയ നമ്പർ ആണ്, ചെറിയ നമ്പർ അല്ല. വലിയ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്പേഴ്സിനെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ LCM കണ്ടുപിടിക്കണം. LCM ഓഫ് 18, 24 and 36. ഇപ്പൊ LCM കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയോ, ഇല്ല. നമുക്ക് വേണ്ടത് 3-digit നമ്പർ ആണ്. LCM നിങ്ങൾക്ക് കിട്ടുന്നത് 72 ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ആണ്. അപ്പൊ 72ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 3-digit നമ്പർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 72 into 10 എന്ന് പറയുന്നത് 720 ആയി അല്ലെ. ഇനി ഇതിന്റെ കൂടെ ഒരു 300 കുറവ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ അല്ലെ. 300 ആയി കഴിഞ്ഞാൽ 1000 കൂടും, അപ്പൊ 4-digit ആയി. അപ്പൊ അതിലും കുറഞ്ഞ നമ്പർ. അപ്പൊ എന്താ, ഇവിടെ നമുക്ക് 72ന്റെ കൂടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 4 2s 8, 7 4s 28 എന്ന് വരും അല്ലെ. അപ്പൊ 28 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 288 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരുന്നു, 1008 ആയി അല്ലെ. അപ്പൊ അത് 4-digit നമ്പർ ആയി. അപ്പൊ നമ്മൾ എന്താണ്, 72നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 72 into 3, 3 2s 6, 3 7s 21. അപ്പൊ 720 plus 216 എത്രയാണ്, 936. ഇതാണ് നിങ്ങളുടെ ആൻസർ വരിക. ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ഡിവിസിബിൾ ബൈ 18, 24 and 36. Two numbers are in the ratio 2:3 and their LCM is 180. What is the HCF of these numbers? ഇതെങ്ങനെ ചെയ്യാം, നമുക്ക് തന്നു രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 2:3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പേഴ്സിനെ 2x 3x എന്ന് പറഞ്ഞിട്ട് എടുക്കാം അല്ലെ. ലെറ്റ് ദ നമ്പേഴ്സ് ബി 2x and 3x എന്ന് എടുക്കാം അല്ലെ. എന്തുകൊണ്ടാ, എക്സും എക്സും ക്യാൻസൽ ആയാലും നമ്മളെ റേഷ്യോ 2:3 തന്നെ കിട്ടും അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമ്മൾ 2x 3x എന്ന് പറഞ്ഞിട്ട് എടുത്തു. ആൻഡ് LCM എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 180. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. ഓക്കെ, HCF ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, 2xന്റെയും 3xന്റെയും LCM എന്താ വരിക, നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൂടി ഒരുമിച്ച് ചെയ്തു അല്ലെ. LCM എന്താണ്, 2 into 3 into x അല്ലെ. ഇവിടെ 2 ഉണ്ട്, x ഉണ്ട്, 3 ഉണ്ട്, ഇതല്ലേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ 2 into 3 into x, അതായത് എന്താണ്, 6x ആണ് നമ്മളുടെ LCM. അത് എത്രയാണ്, 180. അപ്പൊ നമുക്കറിയാം 6x is equal to 180. x is equal to 180 by 6 എത്ര വരും, 30 എന്ന് വരും അല്ലെ. ക്യാൻസൽ ചെയ്യുമ്പോൾ 30 കിട്ടി. അപ്പൊ x നമുക്ക് കിട്ടി 30. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതാണ്, a is equal to 2 into x which is equal to 2 into 30, അതായത് 60 എന്ന് വരും. നമ്പർ b എന്ന് പറയുന്നത് എന്താണ്, 3 into x അതായത് 3 into 30 എന്ന് വരും. അപ്പൊ അത് 90 എന്ന് കിട്ടും. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി, 60 and 90. ഇനി സിമ്പിൾ ആയിട്ട് HCF കണ്ടുപിടിച്ചൂടെ. HCF ഓഫ്
60യും 90 ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Prove that root 5 is an irrational number. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഇങ്ങനെ ഒരു പ്രൂഫ്. അപ്പൊ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഇതിനെ prove that root 5 is an irrational number. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾമോസ്റ്റ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എങ്ങനെയാ ചെയ്യാം? നിങ്ങൾ ഇപ്പൊ മനപ്പാടാക്കിയിട്ടുണ്ടാവും. ഒന്നും കൂടി നോക്കാം. Let us assume root 5 is a rational number. Rational number ആകുമ്പോൾ എന്താണ്? root 5 is equal to a by b such that a and b are coprimes. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മറക്കരുത്. എ ആൻഡ് ബി എന്ന് പറയുന്നത് കോപ്രൈംസ് ആണ്. കോപ്രൈംസിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോമൺ ഫാക്ടറും ഇല്ല. അതായത് HCF എന്ന് പറയുന്നത് അവരെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ട് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് സിംപ്ലസ്റ്റ് ഫോം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഒരു ഫ്രാക്ഷൻ എടുത്തു 12. എ എന്ന് പറയുന്നത് 12ഉം ബി എന്ന് പറയുന്നത് 15 ആണെങ്കിൽ ഇത് കോപ്രൈം ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട്, 3 ഉണ്ട് അല്ലെ. നമുക്ക് 3നെ വെച്ചിട്ട് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4ഉം 5ഉം കിട്ടും. ഈ 4ഉം 5ഉം കോപ്രൈം ആണോ? അതെ, കോപ്രൈം ആണ്. കാരണം എന്താണ്? അവർക്ക് ഒരു കോമൺ ഫാക്ടർ ഇല്ല. ഓൾറൈറ്റ്. അപ്പൊ എ ആൻഡ് ബി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോപ്രൈംസ് ആണ്. അപ്പോ we have, let us assume root 5 is a rational number. Therefore root 5 is equal to a by b such that a and b are coprimes and b not equal to 0 അല്ലെ. b 0 ആകാൻ പറ്റില്ല അല്ലെ. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പറ്റില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എടുക്കണം. അതിനു മുമ്പ് ആദ്യം ഈ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് ചെയ്യുമ്പോൾ എന്താ വരിക? സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ആവുമ്പോൾ റൂട്ട് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ആവും. ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇനി നിങ്ങൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെടുത്തോ. ഈ ബി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലെ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഈ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിൽ പോയി, ഇവിടെ മുകളിലുള്ളത് താഴേക്ക് വരും അല്ലെ. അപ്പോ ഇതിനുകൊണ്ട് എന്താ മനസ്സിലാവുന്നത്? a square is divisible by 5 അല്ലെ. a സ്ക്വയറിനെ നമുക്ക് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? a is also divisible by 5. ഇങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടില്ലേ? ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നമ്പർ 100 എടുത്തു. 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 20 എന്ന് കിട്ടും അല്ലെ. ഈ 100ന്റെ നേരെ സ്ക്വയർ റൂട്ട്, അതായത് 10ന്റെ സ്ക്വയർ ആണല്ലോ 100. 100നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 10നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. a square is divisible by 5. Therefore a is divisible by 5. a is divisible by 5 ആണെങ്കിൽ നമുക്കറിയാം 5 into 20 ആണ് 100 എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് നമ്പർ ആണ്? a is equal to 5 into നമ്പർ ഏതാന്ന് നമുക്കറിയില്ല. നമ്മൾ ആ നമ്പറിനെ m ആയിട്ട് അസ്യൂം ചെയ്തു. നമുക്കിപ്പോ a സ്ക്വയറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തതിനാൽ എന്ത് വെച്ചിട്ടാണ് ഇതിനെ ക്യാൻസൽ ചെയ്യാന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ നമ്പറിനെ നമ്മൾ എന്തായി? m ആയിട്ട് അസ്യൂം ചെയ്യാണ്. അപ്പൊ a is equal to 5m എന്ന് എടുത്തു. m സം ഇൻഡിജർ നമ്മൾ കൺസിഡർ ചെയ്തു അല്ലെ. m എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. ഇനി ഈ എമ്മിന്റെ എന്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5m ഹോൾ സ്ക്വയർ ബൈ 5 അല്ലെ. അപ്പൊ എന്തായി? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എന്താണ്? 25. എമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് m സ്ക്വയർ ആയി ബൈ 5 ആയി. അപ്പൊ ഈ 5ഉം 25ഉം ക്യാൻസൽ ആവും, 5 വരും. ആൻസർ എന്താണ്? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5m സ്ക്വയർ എന്ന് വരും അല്ലെ. ഇനി ഈ 5നെ നമുക്ക് ബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ബി സ്ക്വയർ ബൈ 5 ഇസ് ഈക്വൽ ടു m സ്ക്വയർ എന്ന് വരും. അതിന്റെ അർത്ഥം എന്താണ്? ബി സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 5.
implies b is also divisible by 5 അല്ലേ? ഇത് നമ്മൾ ഇക്വേഷൻ 2 നട്ടു. 1 എന്നും 2 എന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 5 എന്ന് പറയുന്നത് എന്റെയും ബിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ? പക്ഷെ നമ്മൾ മുമ്പേ എന്താണ് അസ്യൂം ചെയ്തത്? അവർ കോപ്രൈംസ് ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി, നമ്മളെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ വന്നത് അല്ലെ? ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? From equation 1 and 2, we know 5 is a common factor of A and B, അല്ലേ? Common factor of A and B. അതുകൊണ്ട് എന്താണ്? This makes our assumption wrong. That root 5 is a rational number. നമ്മൾ root 5 rational number ആണെന്ന് വെച്ച് assumption wrong ആയി. Therefore, root 5 is an irrational number. Clear അല്ലേ? ഇനി നമുക്ക് next question നോക്കാം. Prove that 2 plus root 3 is an irrational number given that root 3 is an irrational number. Let us assume 2 plus root 3 is a rational number. So 2 plus root 3 is equal to A by B എന്ന് എഴുതും, where A and B are coprimes. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എഴുതാൻ. Coprimes and B not equal to 0. B 0 ആയി കഴിഞ്ഞാൽ നമ്പർ അൺഡിഫൈൻഡ് ആയി പോകും അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. റാഷണൽ നമ്പർ ആയിട്ട് നമ്മൾ എ ബൈ ബി ഫോമിൽ എഴുതി. ഇനി എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? റൂട്ട് 3 ഒരു സൈഡിൽ വെക്കുക, ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അല്ലേ? ഇപ്പൊ റൂട്ട് 3 ഇസ് ഈക്വൽ ടു എ ബൈ ബി, എന്നിട്ട് ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -2 വരും. ഇപ്പൊ എന്തായി? എ മൈനസ് 2b ബൈ ബി. അപ്പൊ ഇവിടെ എന്തായി? എയും ബി അല്ലേ ഇന്റിജേഴ്സ് ആയതുകൊണ്ട് എ മൈനസ് 2b ബൈ ബി എന്നുള്ളത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. വെരാസ് റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ അത് കോൺട്രഡിക്ഷൻ ആയി അല്ലേ? ഈ കോൺട്രഡിക്ഷൻ വന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ അസംഷൻ ഫാൾസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണം 2 plus root 3 is irrational. Let's go to the next question. An army contingent of 612 members is to march behind an army band of 48 members in a parade. 612 in a group ഉണ്ട്, 48 in a group ഉണ്ട് അല്ലേ? Two groups are to march in the same number of columns. What is the maximum number of columns in which they can march? എത്ര കോളംസ് ആയിട്ടാണ് അവർ മാർച്ച് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈ 612നെയും 48നെയും എന്തായി ഈക്വൽ കോളംസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ നമ്പർ ആണോ വേണ്ടത്, വലിയ നമ്പർ ആണോ വേണ്ടത്? യെസ്, ഒബ്വിയസ്ലി ചെറിയ നമ്പർ ആണ് അല്ലേ? 48 ഉള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് 50 കോളംസ് വെച്ചിട്ടോ 52 കോളംസ് വെച്ചിട്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ നമ്പർ എന്തായാലും നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 48നകട്ടി കുറവായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? HCF ആണ്. HCF of 612 and 48. 48ന്റെ 612ന്റെ HCF കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവര് എത്ര കോളംസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും അല്ലേ? Moving to next question. On a morning walk, these persons step out together and their steps measure 30 centimeter, 36 centimeter and 40 centimeter respectively. What is the minimum distance each should walk so that each can cover the same distance in the complete steps? ഇവിടെ മിനിമം മാക്സിമം വെച്ചിട്ടൊന്നും നിങ്ങളെ കൺഫ്യൂസ് ആകാൻ പറ്റില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ആൾക്കാർ നടക്കാൻ ഇറങ്ങി അല്ലേ? മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. 2 3. ഓക്കെ, 3 സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കാണ്. ഒരാളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? 30 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ ആളത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ് അല്ലെ? കൺഫ്യൂസ് ആയത് എത്ര ഡിസ്റ്റൻസ് വാക്ക് ചെയ്തതിനാലാണ് നമുക്ക് ഇനി അവര് സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
മിനിമം ഡിസ്റ്റൻസ് ഈച്ച് ഷുഡ് വാക്ക് സോ ദാറ്റ് ഈച്ച് ക്യാൻ കവർ ദ സെയിം ഡിസ്റ്റൻസ്. ഒരേ ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ എത്തുമ്പോൾ എല്ലാവരും ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഡിസ്റ്റൻസ് അവർ നടന്നിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കണ്ട HCF ആണോ LCM ആണോ എന്ന് ചോദിച്ചാൽ നോക്കാം. 30 സെന്റിമീറ്ററിന്റെ കുറവ് ഒരു നമ്പർ എടുത്തോ, ഫോർ എക്സാമ്പിൾ 12 എടുത്തോ. ഈ 12 സെന്റിമീറ്ററിൽ ഇവർ മൂന്നാളും ഒരേ ഇതിലെത്തുവോ? ഇല്ലല്ലേ. ഫസ്റ്റ് ആളുടെ ഡിസ്റ്റൻസ് ഒരു വാക്ക് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ 12 അത് നിൽക്കൂല. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് 36 സെന്റിമീറ്ററിലാണ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എത്തുന്നത്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യും അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ. അപ്പോൾ ഇനി ഇവർ കവർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് എപ്പോഴാണ് ഈക്വൽ ആന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു വലിയ നമ്പർ ആണ് അല്ലെ. ചെറിയ നമ്പർ അല്ല, വലിയ നമ്പർ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഇവിടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സെഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ.